ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ല എന്ന് കടകംപള്ളി മൊഴി നൽകി. ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കേസിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. മനീഷ് മഹിപാല വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. മനീഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് കടകംപള്ളിയുടെ ഓഫീസ് വഴിയാണ് എന്ന മട്ടിൽ പത്മകുമാർ മൊഴി നൽകി എന്നുള്ളതാണ് പുറത്ത് കേട്ടുന്ന കേൾവി. അങ്ങനെയല്ല എന്നാണോ കടകംപള്ളി പറയുന്നത്? ഇരുവരും വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുന്ന ഒരു കസേരയുടെ രണ്ട് കോണുകളിലായിരുന്നു സംസാരിക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നതാണല്ലോ. അതിന്റെ യാഥാർത്ഥ്യമൊക്കെ SIT കടകംപള്ളിയോട് ആരാഞ്ഞോ മനീഷ്? അഷ്മി, SITയുടെ അന്വേഷണം തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷേ 3 മാസത്തിനിടയിൽ വിവരശേഖരണത്തിന് പോലും നിലവിൽ 2019 അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സമീപിച്ചില്ലായിരുന്നു SIT. പക്ഷേ ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്നു. രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ല എന്ന വലിയ വിമർശനവും പ്രതിപക്ഷത്ത് ശബരിമല വിഷയം വലിയ സമര ആയുധം കൂടി ആക്കിയ ഘട്ടത്തിലാണ് SIT എന്താണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിക്കുക. അതിന്റെ ഭാഗമാണ് പത്മകുമാറിന്റെ മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പത്മകുമാർ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് വകുപ്പിൽ നിന്നാണ്, അന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്വർണം അത് പൂശുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ വന്നത് മന്ത്രിയുടെ ഓഫീസ് വഴിയാണെന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെ വെറ്റിലാക്കുന്നത്. പക്ഷേ കടകംപള്ളി ഈ പറയുന്ന വാദങ്ങളെല്ലാം പത്മകുമാറിന്റേതും SITയുടെ എല്ലാ വാദഗതികളും തള്ളുകയാണ്. അന്ന് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള അനുമതി പത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കത്തോ അപേക്ഷ തന്റെ ഓഫീസിൽ വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് സന്നിധാനത്ത് വെച്ച് മാത്രം, അതും കണ്ടതൊരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് ഇയാളെ പരിചയമുള്ളത്, അല്ലാതെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇയാളെ കണ്ടിട്ടില്ല. പിന്നീട് ബാംഗ്ലൂരിൽ വെച്ചുള്ള ആ ചിത്രങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഒരു മലയാളി സമാജം പരിപാടിയിൽ വെച്ച് അന്ന് എടുത്തതാണ് എന്ന വിശദീകരണമാണ് നിലവിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് 3.5 മണിക്കൂർ സമയമാണ് കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തത്. അത് സാധാരണ ഒരു വിവരശേഖരണം മാത്രമല്ല, അതുകൊണ്ട് തന്നെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സൂചനകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഡി മണിയെ സംബന്ധിച്ചുള്ള പുരാവസ്തു കടത്ത് സംബന്ധിച്ച്, അന്താരാഷ്ട്ര വിഗ്രഹകടത്ത് സംബന്ധിച്ച് ഡി മണിയെ സംബന്ധിച്ച് ഇന്നലെ SIT 10 മണിക്കൂറോളം ചോദ്യം ചെയ്തെങ്കിലും മണിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള തെളിവോ അല്ലെങ്കിൽ മൊഴികൾ വീണ്ടും ആവർത്തിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മണി 2 തവണ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. മണിയുടെ യാത്രാരേഖകൾ, മണിയുടെ ബാങ്ക് ഇടപാടുകളൊക്കെ തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ 3 പ്രതികൾ, 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ 11, 12, 8, 9 പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുകയാണ്. അത് കടകംപള്ളിയെ ബന്ധപ്പെട്ട മൊഴിയെടുക്കലും ഒപ്പം തന്നെ ഡി മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചും കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ 3 പേരുടെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുക. ഒപ്പം തന്നെ ഇന്ന് ഈ കേസിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള N വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കൂടി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡി മണിയെ ചോദ്യം ചെയ്ത് അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടതല്ല, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാൻ ഇടയുണ്ട് എന്നാണ് ഇപ്പോഴും മണി പറഞ്ഞ ചില കാര്യങ്ങൾ SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.